ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കിഫായ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് പിസ്ത ഫ്ലേവറുള്ള സ്പോഞ്ചാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് ഫ്ലോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവേ. അപ്പോൾ 250 ml കപ്പിന് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഇത്ര അത്യാവശ്യം വലിപ്പമുള്ളൊരു 3 എഗ്ഗും കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഹൈ സ്പീഡിൽ തന്നെ ഒന്ന് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗ് ഒന്ന് ഏകദേശം ബീറ്റായി വരുന്ന സമയത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗൊക്കെ നല്ല ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. 2-3 മിനിറ്റൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തു. ഞാൻ ഹൈ സ്പീഡിലാണ് ബീറ്റ് ചെയ്യാറ്, അതായത് 5 സ്പീഡിലിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ഷുഗറൊക്കെ നല്ലതായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ, ഒരു 3 ടേബിൾ സ്പൂണോളം ഇളം ചൂടുള്ള പാലും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യാവേ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പിസ്താഷ്യോയുടെ ഈ ടൈഗറിൻ്റെ എസൻസ് ആട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു 4 to 5 ഡ്രോപ്പ് ഞാൻ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അധികം ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫ്ലേവർ കൂടും, നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. അത്ര ഫ്ലേവർ അത്ര നമുക്ക് ഈ എസൻസ് ഒക്കെ ഒരുപാട് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒത്തിരി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു കഴിക്കാൻ പറ്റാത്തൊരു ഫ്ലേവറിലേക്ക് പോകും. അപ്പം അതും കുറച്ചങ്ങ് ആഡ് ചെയ്തത്. കളർ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കളർ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പം അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഫ്ലോർ കുറേശ്ശെയായി ചേർത്തൊന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്ററിൻ്റെ ഇത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആ പ്രസ് ബട്ടൺ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് യൂസ് ചെയ്ത് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ സ്പാച്ചുല വെച്ചോ ആണെങ്കിലും ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് നിങ്ങൾക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം വിസ്ക് വെച്ച് ഇപ്പം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് പതുക്കെ ഒന്ന്. ഇപ്പോൾ നമ്മുടെ ഫ്ലോർ മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/3 കപ്പ് പിസ്ത ഒന്ന് പൊടിച്ചെടുത്തത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം വിസ്ക് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇനി നമ്മുടെ സ്പാച്ചിൽ വെച്ചാണ് ബാക്കിയൊന്ന് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഓവർ മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ താന്നു പോരത്തല്ലോ. അപ്പം പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട നമ്മുടെ ബാറ്റർ ഒട്ടും തന്നെ താന്നൊന്നും പോയിട്ടില്ല, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്കത് ബേക്കുള്ള ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 ഇഞ്ചിലോ 7.5 ഇഞ്ചിൽ ട്രേ ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പ് ചൂടാക്കിയിട്ടിട്ടുണ്ട്. അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ ഞാൻ അത് ചൂടാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എയറൊക്കെ കളയാൻ നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് ബാറ്ററിന് ഓവൻ സെറ്റപ്പിലേക്ക് ഇറക്കി വെച്ച ശേഷം ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിനി ആറാനായിട്ട് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് ഇതിലേക്കുള്ള സിറപ്പൊന്ന് റെഡിയാക്കാം. അതിനാണ് ഞാൻ 1 കപ്പ് പൈനാപ്പിൾ എടുത്തൊന്ന് ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലൊരു സോസ് പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് തികച്ചെടുത്തിട്ടില്ല. നിങ്ങളുടെ പൈനാപ്പിളിൻ്റെ ഒരു മധുരം അനുസരിച്ച് നമുക്ക് ഷുഗർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു പൈനാപ്പിളിന് അത്യാവശ്യം മധുരമുണ്ട്, പക്ഷേ കളറൊട്ടുമില്ലായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം കളറുണ്ട്, എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഒട്ടും തന്നെ കളറില്ലായിരുന്നു. ഇനി നമുക്കൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഞാൻ തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനകത്ത് കുറച്ച് ചെറിയ തരികളുണ്ടല്ലോ. ഇനി നമുക്കൊന്ന് അരിച്ചെടുത്ത് നമുക്ക് ആറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലെയർ വെക്കാനുള്ള മാംഗോ പൾപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ. ഞാൻ ഇത് കുറച്ച് മാംഗോ സ്ലൈസ് ചെയ്തത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഒന്ന് ആഡ് ചെയ്ത ശേഷം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അതിപ്പോൾ ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒരു തിള വരുന്ന സമയം കണ്ട് ചെറുതായിട്ടൊരു തിളച്ച് വരുന്ന ആ സമയമാകുമ്പോൾ അത് ഞാനങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നേരം ഒന്നും ഇട്ടിട്ടില്ല. ഇനി അത് ആറിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കും നമ്മുടെ ഈ മാംഗോ പൾപ്പും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ആ പാനിലിട്ടൊന്ന് ചൂടാക്കിക്കൊണ്ട് അത്ര നല്ല കുറുകി തിക്കായിട്ടിരിക്കുന്നത് അത് കുഴപ്പമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്.
ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീമൊന്ന് അപ്ലൈ ചെയ്ത ശേഷം നമുക്കൊന്ന് ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ച ശേഷം നമുക്കൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൈനാപ്പിൾ സിറപ്പ് ഒട്ട് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ഈ ലെയറിലോട്ടൊന്ന് വെച്ച ശേഷം നമുക്ക് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലെയറിലേക്ക് ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത പിസ്തയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒന്നുകൂടി ഇത് മിക്സിയിലിട്ട് അടിച്ച ശേഷം നമ്മുടെ ലെയറിൽ മാത്രം വേണം ക്രീമിലായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഓരോ ലെയറിലും വേണം വെക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് നമുക്കിനി സെക്കൻഡ് ലെയറും വെച്ച ശേഷം നമ്മുടെ പൈനാപ്പിൾ സിറപ്പ് ഇട്ട് ഒന്ന് വെറ്റ് ചെയ്യാം. വീണ്ടും ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ ലെയറിൽ വെക്കുന്നത് സ്ട്രോബെറി ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫ്രഷ് സ്ട്രോബെറി കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രോബെറി ക്രഷാണ് മേടിച്ചത്. അപ്പോൾ എൻ്റെതാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് തീർന്നു. അപ്പോൾ ഞാനൊരു പുതിയ ബോട്ടിലാണ് മേടിച്ചത്. ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്രഷ് എന്ന് എഴുതിയെങ്കിലും വേറെ എന്തെങ്കിലും നമുക്ക് ഡിസേർട്ടിലൊക്കെ ആയിട്ടൊക്കെ ഒഴിച്ച് ടോപ്പിങ്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. പക്ഷേ ഇത് നമ്മൾ വേറെ ഒരു അതിൻ്റെ കമ്പനി പേര് ഞാൻ മറന്നു വിട്ടു. പക്ഷേ അതിനകത്ത് നല്ല ക്രഷായിട്ട് അതിൻ്റെ കുറച്ച് തരിയേര് കിടക്കുമല്ലോ, ആ ഒരു ടൈപ്പല്ല ഇത്. അപ്പോൾ ഇച്ചിരി ലൂസായുള്ള ടൈപ്പ്. ഞാൻ ഇനി അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് സ്പ്രെഡായ ശേഷം നമുക്ക് അതിൻ്റെ ലെയറിലും കൂടെ മറ്റേ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്തയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേർഡ് ലെയർ വെച്ച് സിറപ്പൊക്കെ ഒന്ന് വെച്ച ശേഷം ക്രം കോട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഐസിങ് ഒക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര സ്ലോയിൽ കാണിക്കാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഫൈനൽ കോട്ടൂടെ ക്രീം അടിച്ചു കൊടുത്ത ശേഷം ഒന്ന് നമുക്ക് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ ഇത് ഇന്നലെ രാത്രിയിലോട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് എനിക്ക് രാത്രി ഗനാഷൊക്കെ ഒഴിച്ചിട്ട് കിടക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് വഴക്കാറുണ്ട്. ഞാൻ പിറ്റേ ദിവസം രാവിലെ കേട്ടോ ഗനാഷ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഗനാഷ് ഇവിടെ റെഡിയാക്കുന്നത് 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് ക്രീം, ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഒന്ന് ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്താൽ കേട്ടോ. ഇതിലേക്ക് ഞാനൊരു നന്ദി ബ്രാൻഡിൻ്റെ ഡാർക്ക് ഗ്രീൻ ആഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഡെക്കറേഷൻ ഒന്ന് മൊത്തത്തിൽ ഒരു ഫ്ലോപ്പായിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ 9 മണിക്ക് കൊടുക്കേണ്ട കേക്കായിരുന്നു. രാവിലെ കഴിഞ്ഞപ്പോൾ ഇവിടെ കറണ്ടില്ല. കറണ്ട് ഇടയ്ക്ക് വരുമ്പോൾ വോൾട്ടേജിൻ്റെ പ്രോബ്ലം, അങ്ങനത്തെ ഒത്തിരി പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഗനാഷിൽ കളർ ആഡ് ചെയ്ത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ, ആഡ് ചെയ്ത് പോയി, നമുക്ക് അടുത്ത് ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പം ഞാനത് ഗനാഷൊക്കെ ആറിയ ശേഷം നമ്മുടെ ടോപ്പിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം അതൊന്ന് മൊത്തത്തിൽ ഒന്ന് ഒഴിച്ച ശേഷം ഒന്ന് എല്ലായിടത്തും ഒന്ന് ആകുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒഴിച്ച ശേഷം പെട്ടെന്ന് തന്നെ സൈഡിലോട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ടോപ്പിൽ ഒന്ന് എക്സ്ട്രാ ഉള്ളതുപോലെ പാൽ നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലേക്കൊക്കെ വരാത്തടത്തൊക്കെ നമ്മുടെ ഗനാഷ് എത്തിക്കുള്ളൂ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് ഒന്ന് സെറ്റായ ശേഷമായിരിക്കും ഞാൻ ബാക്കിയൊന്ന് എൻ്റെ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറ്. അതപ്പോൾ ഈ ഫ്രിഡ്ജ് വെച്ചേക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ പൈനാപ്പിളും മാംഗോ ആണ്. നല്ല മധുരമൊക്കെ ഉണ്ട്, പക്ഷേ ഒട്ടും കളറില്ല, നേരിട്ട് ഭയങ്കര ലൈറ്റ് യെല്ലോ. അപ്പം ഞാൻ പിന്നെ ഓർത്തുന്ന അതിരണ്ട എന്തായാലും ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറച്ച് മാംഗോയുടെ കോമ്പൗണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാംഗോ കോമ്പൗണ്ട് കുറച്ച് മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ OHP ഷീറ്റിലോട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ നോർത്ത് ബാക്കി വെച്ചിട്ട് ഫ്ലവർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് വെച്ചെങ്കിലും എൻ്റെ ആദ്യത്തെ പെറ്റൽസ് ഉണ്ടാക്കിയത് ഫ്ലോപ്പായിപ്പോയി കേട്ടോ. ഇതൊന്ന് ഇച്ചിരി അതായത് എൻ്റെ എടുത്ത സംഭവം ഇച്ചിരി മെൽറ്റായത് ഇച്ചിരി കൂടെ തിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ പെറ്റൽ വരച്ചത് ഇപ്പോൾ ഇച്ചിരി തിക്കായിപ്പോൾ, അത്രയും തിക്കായി പെട്ടെന്നത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നപ്പോൾ എൻ്റെ ആദ്യം ഉണ്ടാക്കിയ പെറ്റൽ ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ സത്യം മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇത് നമ്മുടെ അതിൻ്റെ ടോപ്പിലേക്ക് ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ടും മെൽറ്റ് ചെയ്തൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഏകദേശം ചൂടാറിയ ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡായ ശേഷം ഞാൻ ആ സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്ത്
ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മളൊരു നൈഫ് യൂസ് ചെയ്തുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ സ്ക്വയർ പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഒന്ന് ക്രോസ് ചെയ്ത് ഇതുപോലെ ഓരോ ലൈനൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു കേക്ക് മാത്രമേ ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെയും കൂടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടിനും കൂടെ കൂട്ടി ചെയ്യാമല്ലോ എന്ന് ഓർത്താൽ ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് എടുത്തത്. അപ്പോൾ ഈ 2 ലെയർ മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ആ താഴത്തെ കുഞ്ഞ് ബാക്കിയുള്ളത് ചെറിയ സ്ക്വയർ മാത്രമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ ഇതിനകത്ത് നമ്മുടെ അന്ന് ചെയ്ത പോലെ ഡിസൈനായിട്ട് നമ്മുടെ ഇതുപോലെ ഒരു നമ്മുടെ ഒരു നോസിലെടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. സത്യത്തിൽ രാവിലെ ഏറ്റപ്പോൾ തൊട്ട് ഈ ഒരു കേക്കിൻ്റെ പുറകെയായിരുന്നു. കാര്യം ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്ത് മൊത്തം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. കറണ്ടില്ല, അങ്ങനത്തെ കുറേ പ്രശ്നം. ഫ്രിഡ്ജ് വെച്ച് സെറ്റായി കിട്ടണം, പിന്നെയാണ് കറണ്ട് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ക്രോസായിട്ട് കട്ട് ചെയ്തില്ല ആ പീസെല്ലാം സൈഡ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്ന് വെച്ചാൽ വേറെ ഡെക്കറേഷനിൽ വേറെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഇതുകൊണ്ട് ഫുൾ ആ സൈഡിൽ വെച്ചൊന്ന് ഫുൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ രണ്ടാമത് നമ്മുടെ ഫ്ലവറിന് വേണ്ടി ഞാൻ വീണ്ടും ഇത് മെൽറ്റ് ചെയ്ത് നമ്മൾ ഫ്ലവറെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ 9 മണിക്ക് കൊടുക്കേണ്ടിയായിരുന്നു. ഈ ഫ്ലവർ ചെയ്യുന്ന സമയമായപ്പോൾ 9 മണിയാണ് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ പെട്ടെന്നെല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഈ ഫ്ലവർ പിന്നെ എന്നെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ കൊണ്ട് വെച്ച് പേര് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ പെട്ടെന്ന് എടുത്ത വഴിക്ക് എൻ്റെ 2 പെറ്റൽ വീണ്ടും ഒടിഞ്ഞു പോയി. പിന്നെ എനിക്ക് വേറെ വഴിയില്ല. അതിൽ നിന്ന് 3 പെറ്റൽ ഞാൻ പതുക്കെ ഇതുപോലെ ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് പതുക്കെ കേക്കിലോട്ട് ഡയറക്റ്റ് അങ്ങ് വെച്ചു. വേറെ നിവർത്തിയില്ല, വേറെ ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. 9 മണിക്ക് വേണ്ട കേക്ക്, അപ്പോൾ 9 മണി കഴിയുകയും ചെയ്തു. പിന്നെ വേറെ ഒന്നും ചെയ്യില്ല, കാണില്ല, ആ ഒരു പരുവത്തിലാണ് കിട്ടിയത്. ഞാൻ പിന്നെ അതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മുടെ ആ കേക്കിൻ്റെ സ്ക്വയറിൻ്റെ സെൻറ്റർ നമ്മൾ നോസിലിട്ട് കട്ട് ചെയ്തില്ല, ആ ഒരു ചെറിയ പീസെല്ലാം കൂടെ വെച്ച് ആ ഒരു സമയത്തൊന്നും ഐഡിയ കിട്ടുന്നില്ല. കിട്ടിയ സാധനം അത് ടോപ്പിലോട്ടെല്ലാം ഇട്ട് കൊടുത്തു, ആ ഷുഗർ ബോൾസും ഇട്ടു. അപ്പം നമ്മുടെ ഇന്നലത്തെ ആമ്പൽപ്പൂവിൻ്റെ ഒരു കേക്ക് ഉണ്ടല്ലോ, അതും ഇവർക്ക് തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ അവന്തിക അറ്റ് 10 എന്ന് എഴുതാനാണ് അവർ പറഞ്ഞത്. അതും കൂടെ എഴുതി കേക്കോട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാം കേട്ടോ.